ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും തൻ്റെ ജീവിതത്തിൽ ഇന്നും ഒരു പ്രശ്നവും ഉണ്ടാകാത്ത ഇതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയതിൻ്റെ കാരണം എന്താണെന്ന് കാർത്തിക ആശങ്കപ്പെട്ടിരുന്നപ്പോഴാണ് മധുശ്രീ കാർത്തികയെ വിളിച്ചത്. ശാലിനിയുടെ നീക്കത്തിൽ തൻ്റെ ഇവിടുത്തെ ജീവിതം അവസാനിച്ചെന്നറിഞ്ഞപ്പോൾ ആ ഒരു ആശങ്കയിൽ നിന്ന് കാർത്തികയോട് എന്ത് കാരണത്താലാണ് ജയശങ്കർ അങ്ങനെ പറഞ്ഞത് എന്ന കാര്യം മധുശ്രീ വെളിപ്പെടുത്തുന്നു. താൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ ജയശങ്കറുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും ജയശങ്കർ അന്ന് തൻ്റെ ആ ഒരു ഡീലിനോട് അനുകൂലിച്ചുകൊണ്ട് താൻ ആവശ്യപ്പെട്ടതിന് പ്രകാരം കാർത്തികയുടെ ജീവിതം നശിപ്പിക്കുന്നതിനേക്കാൾ ഉപരി കാർത്തികയെ വെറുതെ വിട്ടാൽ അതിനേക്കാൾ ഏറെ തുക നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാകുമെന്നും ജയശങ്കർ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഏറെ തുക ഞാൻ നൽകിയിരിക്കുമെന്നുമുള്ള മധുശ്രീയുടെ ആ വാഗ്ദാനം അത് അംഗീകരിച്ചുകൊണ്ട് ജയശങ്കർ മധുശ്രീക്ക് വാക്ക് നൽകിയ കാര്യം മധുശ്രീ കാർത്തികയെ അറിയിക്കുന്നു. അങ്ങനെ പണത്തിന് വേണ്ടി ജയശങ്കർ മധുശ്രീക്കൊപ്പം കൂടിയതാണെന്നും അക്കാരണത്താലാണ് ശാലിനി വിളിച്ചപ്പോൾ സത്യാമ്മയുടെ മുന്നിൽ വന്ന് അങ്ങനെ ഒരു നാടകം കളിച്ചെന്നുള്ള സത്യാവസ്ഥ മധുശ്രീ കാർത്തികയെ അറിയിച്ചു. അത് കേട്ടതോടെ കാർത്തിക മധുശ്രീയോട് പറഞ്ഞു, നന്ദിയുണ്ട് മധുശ്രീ, എൻ്റെ ജീവിതം ഇങ്ങനെയൊന്ന് രക്ഷപ്പെടുത്തി തന്നതിൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാൻ എൻ്റെ നന്ദി തീർച്ചയായിട്ടും അത് മധുശ്രീക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്തിരിക്കും. എൻ്റെ കടപ്പാട് ഞാൻ കാണിച്ചിരിക്കും. ഇനി മുതൽ അത് ഞാൻ ഏതു വിധേനയും മധുശ്രീക്ക് വേണ്ടി ഞാൻ എൻ്റെ കടപ്പാട് പൂർത്തിയാക്കി തരും എന്ന് പറഞ്ഞപ്പോൾ മധുശ്രീ പറഞ്ഞു, നീ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്നല്ല, ചെയ്തിരിക്കണം. അതാണ് വേണ്ടത്. നീ ചെയ്യും. ഇനി ഞാൻ പറഞ്ഞതുപോലെ എത്രയും വേഗം വിഷ്ണുവിനെ വിവാഹം കഴിച്ച് സത്യഭാമയെ ആ നാട് ഭരിക്കുന്നത് പോലെ കാർത്തിക ആ കുടുംബത്തിന്റെ നാഥിയായി മാറിക്കോളൂ. അറിയാവല്ലോ സത്യഭാമയ്ക്ക് ആ നാട്ടിലുള്ള വിലയും ബഹുമാനവുമൊക്കെ എത്രത്തോളമാണെന്ന്. സത്യഭാമയെ ഓർത്ത് ഭയപ്പെടേണ്ട കാര്യമൊന്നും തന്നെയില്ല. അവർ ജീവിക്കുന്നത് തന്നെ കുറെ ഗുളികകളുടെ പിൻബലത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ ഗുളികകൾ അവരുടെ ജീവൻ രക്ഷിക്കുന്നത് പോലെ തന്നെ ഏതെങ്കിലും ഒരു മരുന്ന് മാറ്റിക്കൊടുക്കുകയോ ഏതെങ്കിലും ഒന്ന് ചെറുതായിട്ടൊരു തള്ളു വെച്ച് കൊടുത്താൽ അതോടെ തീരും അവരുടെ ഈ ഒരു അഹങ്കാരവും ആർഭാടവുമെല്ലാം. അതുകൊണ്ട് പിന്നെ ആ നാടും ആ വീടും ഭരിക്കുന്നത് നീയാണ്. ഇത്രയും സ്വർഗതുല്യമായിട്ടുള്ള ഒരു ജീവിതമാണ് നിനക്കായി കാത്തിരിക്കുന്നത്. എത്രയും വേഗം വിഷ്ണുവിനെ വിവാഹം കഴിച്ച് നിന്റെ ആ ലക്ഷ്യത്തിലെത്താൻ നോക്കുക എന്ന് മധുശ്രീ കാർത്തികയോട് പറഞ്ഞതും കാർത്തിക അതെല്ലാം കേട്ട് ശരി മധുശ്രീ, ഞാൻ ഉടൻ തന്നെ അതിനു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുമെന്ന് പറഞ്ഞ് കാർത്തിക ഫോൺ വെച്ചതും മധുശ്രീ പറഞ്ഞു, കാർത്തികയെ, നീ ഒരിക്കലും എൻ്റെ അരികിൽ നിന്ന് രക്ഷപ്പെട്ടു പോകില്ല. അതിനുവേണ്ടി നീ വിചാരിക്കുന്നതിനേക്കാൾ വലിയൊരു കുരുക്കാണ് വിഷ്ണു നിന്റെ കഴുത്തിൽ അണിയാൻ പോകുന്ന താലിച്ചരടിനേക്കാൾ വലിയൊരു കുരുക്കാണ് ഞാൻ നിന്റെ കഴുത്തിൽ ഇട്ടിരിക്കുന്നത് കാർത്തികയെ. ഒരിക്കലും നീ ആ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോവില്ല എന്ന് മധുശ്രീ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തൻ്റെ ആ ഒരു നീക്കം കൃത്യമായി ഫലം കണ്ടു എന്ന അഹങ്കാരത്തിൽ കാർത്തികയോട് സംസാരിച്ചതിന് ശേഷം മധുശ്രീ ഫോൺ വെച്ച് ആലോചിച്ചു നിന്നു. അങ്ങനെ മധുശ്രീയുടെ വലയിൽ വീണ കാർത്തിക തന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മധുശ്രീ ഇതെല്ലാം ചെയ്യുന്നുള്ള സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി വിഷ്ണുവിന്റെയും കാർത്തികയുടെയും വിവാഹം നടക്കാൻ പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചു. വിവാഹത്തിനുള്ള മുഹൂർത്തം കുറിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി അധിക സമയമില്ല. എത്രയും വേഗം തന്നെ കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാകും. അതുകൊണ്ട് ഇനി ചെയ്യാൻ അധിക നേരമില്ല. ഒരാഴ്ച കൊണ്ട് വിവാഹത്തിനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഒരുങ്ങും. അതിനു മുമ്പ് എൻ്റെ വിഷ്ണുവേട്ടനെ എനിക്ക് തിരികെ പിടിച്ചിരിക്കണം. അതിനെന്താണ് പോംവഴി? ഒരു നിമിഷം പോലും കളയാനില്ല. ഇന്നെങ്കിൽ ഇന്ന് തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യക്തത ഉണ്ടാക്കണമെന്ന് ശാലിനി ആലോചിച്ചു നിന്നപ്പോൾ വീട്ടിലേക്ക് ഒരു ഓട്ടോ വരുന്ന ശബ്ദം കേട്ടു. ശാലിനി വേഗം നോക്കിയതും ഓട്ടോയിൽ വന്ന് ശാരദാമ്മ അവിടേക്ക് ഇറങ്ങി. ശാരദാമ്മയെ കണ്ടതും ശാലിനി അമ്മ എന്താ ഇപ്പോ എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ്മ പറഞ്ഞു, ഇടിമോളെ, നീ ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം വീട്ടില് ഇരുന്നിട്ട് എനിക്കൊരു സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നില്ല. എന്താ സംഭവിച്ചതെന്നറിയാത്ത വല്ലാത്ത ആശങ്കയിലാണ്. എന്താ മോളെ ഇവിടെ ഉണ്ടായത്? ശരിക്കും എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ടന്റെയും കാർത്തികയുടെയും വിവാഹം നടത്താനുള്ള തീരുമാനത്തിലാണ് സത്യമ്മ. വിവാഹ മുഹൂർത്തം കുറിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനിയിപ്പോ എത്രയും വേഗം ഇനി ആ വിവാഹം നടക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്നേക്കുമായി വിഷ്ണുവിന്റെ നഷ്ടമാകും എന്ന് മാത്രമല്ല എന്റെ സത്യമോള് അവളുടെ ജീവിതം കൂടിയാണ് ഇല്ലാതാകാൻ പോകുന്നത്. അത് കേട്ടതും ശാരദാമ്മ പറഞ്ഞു, മോളെ, സത്യമോളുടെ കാര്യം വല്ലാത്ത കഷ്ടത്തിലാണ്. അച്ഛനോ അടുത്തില്ല. ഇപ്പോ നീ കൂടി ഇല്ലെങ്കിൽ മോള് വല്ലാത്ത വിഷമത്തിലായി കാണും. അതുകൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും മോൾ എന്നോട് ചോദിക്കുന്നുണ്ട്. അവള് പലപ്പോഴും സംശയത്തോടെ പലതും എന്നോട് അന്വേഷിക്കുന്നുണ്ട്.
അവളോട് ഒന്നും തുറന്നു പറയാൻ കഴിയില്ലല്ലോ. എന്തായാലും മോളുടെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കണമെന്ന് ശാലിനിയോട് ശാരദാമ്മ അറിയിക്കുമ്പോൾ അത് കേട്ട ശാലിനി പറഞ്ഞു, എനിക്കറിയാം അമ്മേ, വിഷ്ണുവേട്ടന്റെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കിയേ തീരും. അത് കേട്ടതും ശാരദാമ്മ പറഞ്ഞു, മോളെ, ഒരു കാര്യം ഉറപ്പാണ്, മുതിർന്നു വരുമ്പോ സത്യമോള് നിന്നെ ചോദ്യം ചെയ്യൂ. നാളെ ഒരു പക്ഷേ എന്റെ അച്ഛനെ എന്തിനെന്നിൽ നിന്ന് അകറ്റിയെന്ന് മോള് ചോദിച്ചാൽ നിനക്ക് ഉത്തരമില്ലാതായി പോകും. അതുകൊണ്ട് തന്നെ എന്തായാലും ഉടൻ തന്നെ ഇതിനൊരു പ്രതിവിധി കണ്ടേ തീരൂ എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു, എനിക്കറിയാമേ, എന്റെ ജീവിതത്തോടൊപ്പം തന്നെ എന്റെ മോളുടെ ജീവിതം കൂടി വെച്ചുള്ള കളിയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഇതിനൊരു തീർപ്പുണ്ടാക്കണം. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, അമ്മ എന്തായാലും ഇനി അധിക നേരം നിൽക്കണ്ട. സത്യാമ്മ പുറത്തേക്ക് പോയതാ, അറിയാവല്ലോ. സത്യാമ്മയ്ക്ക് എന്നോടുള്ള അമർഷം അത് പരിഹാസ രൂപേണ അമ്മയുടെ മുന്നിലും പ്രകടിപ്പിക്കും. അതുകൊണ്ട് അമ്മ ഇനി ഇവിടെ നിൽക്കണ്ട, അമ്മ വേഗം പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ്മ പറഞ്ഞു, ഇടിമോളെ, ഞാൻ ശ്യാമമോളെ കൂടി ഒന്ന് കണ്ടിട്ട് പോകാം. ഇവിടെ വരെ വന്നതല്ലേ, ഉടനെ തന്നെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു, എന്നാ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ശാലിനി ശാരദാമ്മയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ വീട്ടിലേക്ക് കാർ വന്ന് നിൽക്കുന്നു. കാറിൽ നിന്നിറങ്ങിയ സത്യാമ്മയെ കണ്ടതോടെ ശാരദാമ്മയും ശാലിനിയും ആകെ ടെൻഷനിലായി. വിഷ്ണുവും സത്യാമ്മയും കൂടി അവിടേക്ക് വന്നിറങ്ങിയതും സത്യാമ്മ തന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു പൊതിയുമായിട്ട് നേരെ ശാരദാമ്മയുടെ അരികിലേക്ക് എത്തി. ആഹാ, ശാരദാമ്മയോ, എപ്പോ എത്തി എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മ മകളുടെ സുവിശേഷങ്ങൾ അറിയാൻ വന്നതായിരിക്കും അല്ലേ എന്ന് ചോദിച്ചപ്പോ ശാലിനിയോട് നോക്കിയിട്ട് സത്യാമ്മ അങ്ങനെ ചോദിച്ചത് കേട്ട് ശാരദാമ്മ പറഞ്ഞു, അല്ല ശാരദാമ്മ, ഇവിടെ അടുത്തൊരു സ്ഥലം വരെ വന്നതാണ്, കാര്യമുണ്ടായിരുന്നു. അപ്പോ ഇവിടെ വരെ വന്ന് ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ കുടിച്ച് സുഖമായിട്ട് അങ്ങ് പോകാന്ന് കരുതിയല്ലേ എന്ന് സത്യാമ്മ ചോദിച്ചു. അല്ല, എന്തായാലും ഇവിടെ വരെ വന്നിട്ട് കാപ്പുടി മാത്രം ആക്കണ്ട, മക്കളുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പോവാം, കൂടെ മോളുടെ വിശേഷങ്ങളും അറിയാവല്ലോ അല്ലേ എന്ന് പറഞ്ഞു. ശാരദാമ്മ പറഞ്ഞു, എന്നാ സത്യാമ്മേ, ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാ, ഞാൻ പോടി എന്ന് പറഞ്ഞ് ശാലിനിയോട് യാത്ര പറഞ്ഞ് ശാരദാമ്മ പോകാൻ തുടങ്ങുമ്പോൾ സത്യാമ്മ പറഞ്ഞു, അങ്ങനെ അങ്ങ് പോകാതെ ശാരദാമ്മേ, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, എൻ്റെ മരുമകളെ കൂടി കണ്ടിട്ട് പോ എന്ന് പറഞ്ഞപ്പോഴേക്കും ശാലിനി നോക്കി ഒന്ന് ചിരിച്ചിട്ട് ശാരദാമ്മ പറഞ്ഞു, സത്യാമ്മേ, എനിക്ക് മക്കളിൽ ആരുടെയും വേർതിരിവൊന്നുമില്ല, ഞാൻ എൻ്റെ മോളെ പിന്നീട് വന്ന് കണ്ടോളാം, ഞാനിപ്പോൾ ഇറങ്ങുക എന്ന് പറഞ്ഞ് ശാരദാമ്മ പോകാൻ തുടങ്ങുമ്പോൾ സത്യാമ്മ പറഞ്ഞു, അങ്ങനെ അങ്ങ് പോകാതെ, എന്തായാലും ഇവിടെ വന്നിട്ട് എൻ്റെ മരുമോളെ കാണാതെ പോകുന്നത് അത് എനിക്ക് കൂടി ഒരു കുറച്ചിലുണ്ടാകുന്ന കാര്യമാണ്. അതുകൊണ്ട് ശാരദാമ്മ എന്തായാലും വന്നതല്ലേ, ഒന്നകത്തേക്ക് കയറിയിരിക്കെ, ഒന്ന് മോളെ കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞ് സത്യഭാമ ശാരദാമ്മയുടെ അകത്തേക്ക് കയറി വരാനായി പറയുന്നു. അകത്തേക്ക് വാ ശാരദാമ്മേ എന്ന് പറഞ്ഞ് സത്യഭാമ പുഞ്ചിരിയോടെ നേരെ അകത്തേക്ക് കയറി പോകുന്നു. ശാരദാമ്മ ആകെ വിഷമത്തോടെ വിഷ്ണുവിനെ നോക്കുമ്പോൾ ഒന്നും മിണ്ടാതെ, ഒന്നും പറയാൻ പോലും കഴിയാതെ വിഷ്ണുവും അവിടെ തന്നെ നിന്നു. ഈ സമയത്ത് അകത്ത് ഹാളിൽ സെറ്റിയിൽ ഇരുന്നുകൊണ്ട് ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ട് അങ്ങനെ രാഘവനായിരിക്കുമ്പോൾ അകത്തേക്ക് കയറി വന്ന സത്യഭാമ വിഷ്ണു അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടതോടെ വാതിൽക്കൽ നിന്ന് വിഷ്ണു എന്നുറക്കെ വിളിച്ചു. വിഷ്ണു അപ്പോഴേക്കും അകത്തേക്ക് കയറി വരുന്നത് കണ്ടതോടെ സത്യഭാമ വേഗം അകത്തേക്ക് പോകുന്നു. സത്യാമ്മ വിഷ്ണുവിനെ അവിടെ നിർത്തി ഇനി ശാരദാമ്മ എന്തെങ്കിലും സംസാരിച്ചാലോ എന്ന ആശങ്ക കൊണ്ട് വേഗം വിഷ്ണുവിനെ തന്റെ കൂടെ കൂട്ടി അകത്തേക്ക് സത്യഭാമ കയറിയെത്തി. സെറ്റിയിലേക്ക് വന്ന് സത്യാമ്മ ആ ചെയറിലേക്ക് ഇരുന്നത് പത്രം വായിച്ചുകൊണ്ട് രാഘവനാരോട് ചോദിച്ചു, അല്ല, ഇവിടെ ഒരു അതിഥി, ഒരു ബന്ധു വന്നിട്ടും ഇവിടെ കാരണവരായിട്ടിരിക്കുന്ന ആള് പത്രം വായിച്ച് അകത്ത് തന്നെ ഇരിക്കുകയാണോ, അവരെ അകത്തേക്ക് ക്ഷണിച്ചൊന്നുമില്ലേ എന്ന് ചോദിച്ചു. പിന്നെ ശാരദാമ്മ സത്യാമ്മ എന്താ ഈ പറയുന്നതെന്ന് മനസ്സിലാക്കാതെ അകത്തേക്ക് അറിയുന്ന വിഷ്ണുവിനോട് രാഘവനാർ ചോദിച്ചു, എന്താടാ നിന്റെ അമ്മയെ പറയുന്നത്, ആര് വന്നു എന്നാ എന്ന് ചോദിച്ചപ്പോഴേക്കും ഉടനെ സത്യഭാമ പറഞ്ഞു, വേറെ ആരാ, ശാരദാമ്മ വന്നു. അത് കേട്ടതും രാഘവനാർ അതിശയത്തോടെ ശാരദാമ്മയോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശാലിനിയോട് ശാരദാമ്മ ചോദിച്ചു, എടി മോളെ എന്ന് വിളിച്ചതും അമ്മേ, സത്യാമ്മ ക്ഷണിച്ചതല്ലേ, വാ, എന്തായാലും വിളിച്ചതല്ലേ, അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് ശാരദാമ്മയും വിളിച്ചുകൊണ്ട് ശാലിനി അകത്തേക്ക് കയറി. അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, ഞാൻ ശാരദാമ്മയെ ക്ഷണിച്ചിട്ടുണ്ട് അകത്തേക്ക് കയറി വരാൻ, എന്തൊക്കെയോ നുണകൾ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വന്നിട്ട് പോകാൻ തുടങ്ങുകയായിരുന്നു, ഞാനതുകൊണ്ട് കയ്യോടെ പിടിച്ചു, അകത്തേക്ക് വരുന്നുണ്ട് എന്ന് സത്യാമ്മ ശാരദാമ്മയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. വിഷ്ണു അത് കേട്ടതോടെ കലിയോടെ സത്യാമ്മയെ നോക്കി. അപ്പോഴേക്കും ശാലിനിയും ശാരദാമ്മയും കൂടി വാതിക്കലേക്ക് എത്തി. ശാരദാമ്മയെ കണ്ടതും സത്യഭാമ പറഞ്ഞു, വാ ശാരദാമ്മേ, അകത്തേക്ക് കയറി വാ എന്ന് പറഞ്ഞ് ശാരദാമ്മയെ അകത്തേക്ക് ക്ഷണിച്ചു. ശാലിനിയും ശാരദാമ്മയും കൂടി വാതിക്കലേക്ക് അകത്തേക്ക് കയറി വന്നതും രാഘവൻ നായരെ കണ്ട് ശാരദാമ്മ ചിരിച്ചതോടെ രാഘവൻ നായർ പറഞ്ഞു, അയ്യോ ശാരദാമ്മേ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ, അല്ലായിരുന്നെങ്കിൽ ശാരദാമ്മയെ ഞാൻ അകത്തേക്ക് ക്ഷണിച്ചേനെ, ഞാൻ അറിഞ്ഞിരുന്നില്ല, സോറി എന്ന് പറഞ്ഞു. ക്ഷമിക്കണം ശാരദാമ്മ എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു, അച്ഛാ അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ കണ്ടിരുന്നു, ഞാൻ വാതിക്കലുണ്ടായിരുന്നു, ഞാൻ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അമ്മ പോകാൻ തുടങ്ങിയപ്പോഴാണ്, ശ്യാമയെ കാണാനായിട്ട് അകത്തേക്ക് കയറി വരാൻ തുടങ്ങിയപ്പോഴാണ് സത്യാമ്മ എത്തിയത് എന്ന് പറഞ്ഞു. ഇത് കേട്ടതും സത്യഭാമ പറഞ്ഞു, ഓ, അപ്പോൾ മോളുടെ അരികിൽ നിന്ന് വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സ്റ്റെയർ ഇറങ്ങി താഴേക്കായി എത്തി. അവിടെ താഴത്തെ സംസാരം കേട്ട് കാർത്തിക നിൽക്കുന്നു.
ഉടനെ തന്നെ സത്യഭാമ പറഞ്ഞു. എന്തായാലും സത്യാമ്മ ഉടനെ വലിയ അഹങ്കാരത്തോടെ ശാരദാമ്മയോട് പറഞ്ഞു, അതെ, ഞാൻ എന്തായാലും ഇപ്പൊ പോയതേ എൻ്റെ മൂത്ത മകൻ വിഷ്ണുവിൻ്റെ വിവാഹത്തിന് വേണ്ടിയുള്ള ക്ഷണക്കത്ത് അച്ചടിക്കാനായി കൊടുത്തിരുന്നു. അത് വാങ്ങിക്കാനാണ് ഞാനും എൻ്റെ മോനും വിഷ്ണുവും കൂടി പോയത്. എന്തായാലും അത് കിട്ടി. ആദ്യത്തെ ക്ഷണം ശാരദാമ്മയെ തന്നെ ആയിക്കോട്ടെ. ദാ ശാരദാമ്മയും കുടുംബവും തീർച്ചയായിട്ടും എത്തണം. ദാ എല്ലാ മംഗളകരമായി നടക്കാനായിട്ട് എല്ലാവരും വരികയും വേണം. പ്രത്യേകിച്ച് ഗോപാലകൃഷ്ണനോടും പറയണം ഈ വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തണമെന്ന് എന്ന് പറഞ്ഞ് സത്യഭാമ വേഗം തൻ്റെ കയ്യിലിരുന്ന ക്ഷണക്കത്ത് കൊടുക്കാൻ തുടങ്ങുമ്പോൾ അവിടെ നിൽക്കുന്ന കാർത്തിയെ കണ്ടു. അതെ, മോളിങ്ങോട്ട് ഇറങ്ങി വന്നേ, എൻ്റെ മകൻ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടി ആരാണെന്ന് കാണിച്ചു തരണ്ടേ. അവനൊരു ഒന്നോ ആകെ പാളിപ്പോയി, രണ്ടാമത്തെങ്കിലും എല്ലാം മംഗളകരമായിട്ട് നടക്കണ്ടേ. രണ്ടാമത്തെ വിവാഹമെങ്കിലും നന്നായിട്ട് പോകുന്നതിന് വേണ്ടിയാണ് എല്ലാ നാളും മുഹൂർത്തമൊക്കെ നോക്കി ഒരു വിവാഹം നടത്തി കൊടുക്കാമെന്ന് അങ്ങ് തീരുമാനിച്ചത്. അതുകൊണ്ട് അങ്ങനെ ഒരു മുഹൂർത്തം കുറിപ്പിച്ചു. ദാ എൻ്റെ മരുമകളെ കാട്ടിത്തരാമെന്ന് പറഞ്ഞ് കാർത്തികയെ താഴേക്ക് ക്ഷണിച്ചു. കാർത്തിക അവിടേക്ക് വന്നതും സത്യഭാമ ശാരദാമ്മയെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ മകൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി കാർത്തിക. എന്തായാലും വിഷ്ണുവിൻ്റെയും ഇവളുടെയും വിവാഹം ഏതോ ക്ഷേത്രത്തിൽ മറ്റോ വെച്ച് താലികെട്ട് നടന്നു എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇനിയും ഒരു അപാകത ഉണ്ടാകാതിരിക്കാനായിട്ട് എല്ലാം മുറ പോലെയും ചടങ്ങ് പോലെയും നടക്കട്ടെ എന്നങ്ങ് കരുതി. അതാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് സത്യാമ്മ ശാലിനിയെയും ശാരദാമ്മയും കുറ്റപ്പെടുത്തും വേണം സംസാരിക്കുമ്പോൾ ഇത് കേട്ട് നിന്ന വിഷ്ണു ആകെ ദേഷ്യത്തോടെ സത്യാമ്മയെ നോക്കി. ഉടനെ തന്നെ സത്യാമ്മ താൻ കൊണ്ടുവന്ന ആ കവറിൽ നിന്ന് ഒരു ക്ഷണക്കത്ത് കയ്യിലേക്ക് എടുത്തിട്ട് പറഞ്ഞു, ഇത് സത്യാമ്മയെ ശാരദാമ്മയെ ഏൽപ്പിച്ചു. ഇത് മേടിക്കണം ശാരദാമ്മയെ, ആദ്യത്തെ ക്ഷണം ശാരദാമ്മയ്ക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ക്ഷണക്കത്ത് ശാരദാമ്മയുടെ കയ്യിൽ ബലമായി പിടിച്ചേൽപ്പിച്ചു. ശാരദാമ്മ ഒന്നും മിണ്ടാതങ്ങ് നിൽക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു, ശാരദാമ്മയെ, സദ്യക്ക് ഞാൻ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് പ്രഗത്ഭരായിട്ടുള്ള പാചകക്കാരെ തന്നെയാണ്. അതുകൊണ്ട് നല്ല സദ്യ തന്നെ ഉണ്ടാവും, ഒരു കുറവും ഉണ്ടാവില്ല എന്ന്. പിന്നെ 4 കൂട്ടം പായസവും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് സത്യാമ്മ പറഞ്ഞതും ശാരദാമ്മ പറഞ്ഞു, സത്യാമ്മയെ, പാചകക്കാർ എത്ര പ്രഗത്ഭരാണെങ്കിലും ശരി, അവരുടെ ഉണ്ടാക്കുന്ന ആളുകളുടെ മനസ്സ് പോലെ ഇരിക്കും ഭക്ഷണം കഴിക്കുന്ന ആളുടെ നാവിലെ രുചി. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഏതൊക്കെ ഹോട്ടലിൽ പോയി എവിടെയൊക്കെയുള്ള എത്രയെല്ലാം ഭക്ഷണങ്ങൾ കഴിച്ചാലും കുടുംബശ്രീ ശാരദയുടെ ഹോട്ടലിലെ ഭക്ഷണത്തിന്റെ രുചിയെക്കുറിച്ച് ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അതൊന്നു മാത്രമാണ് സത്യാമ്മേ എന്ന് ശാരദാമ്മ സത്യഭാമയോട് പറഞ്ഞു. സത്യാമ്മ അതെല്ലാം കേട്ട് അങ്ങനെ അഹങ്കാരത്തോടെ പുഞ്ചിരിച്ചങ്ങ് നിൽക്കുമ്പോൾ രാഘവൻ നായർ പറഞ്ഞു, അത് പറഞ്ഞ സത്യമാണ് ശാരദാമ്മേ. ശാരദാമ്മ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. മനസ്സിന്റെ ആ ഒരു ഭംഗി പോലെ തന്നെ ഇരിക്കും അത് കഴിക്കുന്നവരുടെ നാവിന്റെ രുചിയും. മനസ്സ് നന്നായിരുന്നാൽ അങ്ങനെ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് വീട്ടിലിരിക്കുന്നവരുടെ പ്രവർത്തികളും. ഇപ്പോ എത്ര വലിയ പദവി ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര വലിയ നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാലും പെരുമാറ്റം അതാണ് പ്രധാനം. അവരുടെ പെരുമാറ്റ രീതി നല്ലതാണെങ്കിൽ അത് എത്ര കാലം വേണമെങ്കിലും നിലനിൽക്കും എന്നത് തന്നെയാണ് അതിന്റെ പ്രത്യേകത. ഇത് കേട്ടതും രാഘവൻ നായരുടെ വാക്കുകൾ കേട്ട് സത്യാമ്മ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രാഘവൻ നായർ ചോദിച്ചു, ഞാൻ പറഞ്ഞ എന്താണെന്ന് സത്യഭാമയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ എന്ന് രാഘവൻ നായർ പറഞ്ഞതും സത്യഭാമ പറഞ്ഞു, പിന്നെ ഞാനും അരിയാഹാരം കഴിക്കുന്ന ആള് തന്നെയാണ് രാഘവേട്ട. എന്തായാലും ഊണിവിടെയും കൂറവിടെയും എന്ന് പറയുന്നത് പോലെ എല്ലാത്തിനും ഒരു പരിഹാരം ഞാൻ ഉടൻ തന്നെ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് സത്യം അവിടെ നിന്ന് അരികിൽ നിന്ന് കാർത്തികയോട് പറഞ്ഞു, മോളെ, ഇത് നിങ്ങളുടെ വിവാഹത്തിന്റെ ക്ഷണക്കത്താണ്. ഇത് ഇപ്പൊ തന്നെ മോള് പൂജാമുറിയിൽ കൊണ്ടുപോയി ഭഗവാന് മുന്നിൽ വെക്കണം, തിരിതെളിയിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വിവാഹത്തിന് ഒരു തടസ്സവും ഉണ്ടാകാതെ എല്ലാം മംഗളകരമായി നടക്കുന്നതിന് വേണ്ടി ഇത് കൃത്യമായും ഒരു ദുഷ്ടശക്തികളുടെയും ഉപദ്രവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്നും നിങ്ങളെ ഒരിക്കലും പിരിക്കാത്ത രീതിയിൽ എന്നും ഭഗവാൻ കൂട്ടിച്ചേർത്തിരിക്കണമെന്നും ഒരിക്കലും നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ ആരും വരരുതെന്നും കടന്നു വരരുതെന്നും മനമൊരുകി പ്രാർത്ഥിച്ചോണമെന്ന് സത്യഭാമ പറയുമ്പോൾ ഇതെല്ലാം കേട്ടു നിന്ന ശാലിനിയും ശാരദാമ്മയും വിഷ്ണുവും ഒക്കെ ആകെ കലിയോടങ്ങ് നിൽക്കുമ്പോൾ രാഘവൻ നായർ ചോദിച്ചു, കഷ്ടം ഭാമേ, ഇതൊക്കെ ആരെ കാണിക്കാനാണ് ഈ ചടങ്ങും ആചാരവും ഒക്കെ? അല്ല, എന്നെയോ അതോ ഈ നിൽക്കുന്ന ഇവരെയോ എന്ന് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു, എല്ലാം അതിൻ്റെതായ മുറ പോലെ നടക്കട്ടെ എന്ന് ചോദിച്ചു. എല്ലാവരെയും കൂടി ഒന്ന് അറിയിക്കാൻ വേണ്ടി തന്നെയാണ്, എല്ലാവർക്കും മനസ്സിലാകാൻ കൂടിയാണ് എന്ന് പറഞ്ഞു സത്യഭാമ അത്
കാർത്തികയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. കാർത്തിക അത് വാങ്ങിച്ചതും സത്യഭാമയുടെ പ്രീതി പറ്റുന്നതിന് വേണ്ടി വേഗം സത്യാമ്മയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നത് കണ്ടപ്പോൾ എന്താ മോളെ ഇതൊക്കെ എന്ന് പറഞ്ഞ് സത്യഭാമ വേഗം കാർത്തികയെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ കൂടി കൊടുത്തു. ചെല്ല് എന്ന് പറഞ്ഞ് പൂജാമുറിയിലേക്ക് അത് കൊണ്ടുപോയി വെക്കാനായി കാർത്തികയോട് പറയുമ്പോൾ ഇത് കണ്ട വിഷ്ണു കലിയോടെ കാർത്തികയെ നോക്കി. രാഘവൻ നായർ എല്ലാം കണ്ട് ആകെ മുഖത്തൊരു പുച്ഛം വരുത്തിക്കൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു അത് എല്ലാം വാങ്ങിച്ച് നേരെ പൂജാമുറിയിലേക്ക് പോകുന്ന കാർത്തികയെ കണ്ട് കലിയോടെ നോക്കുന്നു. എത്രയും വേഗം കാർത്തികയെ ഇവിടെ നിന്ന് പുറത്താക്കാൻ ഒരു വഴിയുമില്ലല്ലോ എന്ന ആശങ്ക വിഷ്ണുവിന്റെ മനസ്സിനെയും അലട്ടി. അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, ഭാമേ, ഇതൊന്നും ഒരിക്കലും ശുഭകരമാകാൻ പോകുന്നില്ല. നീ ചെയ്തു കൂട്ടുന്നതിനൊക്കെയുള്ള എല്ലാത്തിനുമുള്ള മറുപടിയും ഇതിന്റെ എല്ലാത്തിന്റെയും തിരിച്ചടികളുമൊക്കെ നിനക്ക് താമസിയാതെ ഉണ്ടാവുക തന്നെ ചെയ്യും. ഉടനെ സത്യഭാമ പറഞ്ഞു, അതിന് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലല്ലോ രാഘവേട്ടാ. ഇപ്പൊ ഉടനെ സത്യഭാമയോട് രാഘവനാഥ് പറഞ്ഞു, ഭാമേ, ഇതെല്ലാം കണ്ട് ഇതിനോടൊപ്പം നീ ഒന്നുകൂടി പ്രാർത്ഥിച്ചോ. നീ ആ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഒന്നുകൂടി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞേക്ക്. കാരണം ഇതെല്ലാം കണ്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കരുതേ എന്ന്. അത് കേട്ടതും സത്യഭാമ പറഞ്ഞു, എൻ്റെ രാഘവേട്ടാ, ചങ്കലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ ശാരദാമ്മേ എന്ന് സത്യഭാമ കളിയാക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ എല്ലാവരും ആകെ ദേഷ്യത്തോടെ സത്യഭാമയെ നോക്കി. അപ്പോഴേക്കും കാർത്തിക ആ ക്ഷണക്കത്ത് നേരെ പൂജാമുറിയിൽ കൊണ്ടുവന്ന് അവിടെ വെച്ചതിന് ശേഷം വേഗം തന്നെ ഒരു കർപ്പൂരം കത്തിച്ച് ആരതി ഒഴിഞ്ഞുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഈശ്വര, നീ എന്നും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകണേ. എൻ്റെ ഈ വീട്ടിൽ നിലനിന്ന് പോകാൻ നീ എന്നെ അനുഗ്രഹിക്കണേ. ഇത്രയൊക്കെ നീ എൻ്റെ ഒപ്പം നിന്ന് എന്നെ രക്ഷിച്ചു. ഇനിയും മുന്നോട്ട് വിഷ്ണുവേട്ടൻ്റെ ഭാര്യയായി, ഈ സകല സ്വത്തുക്കളുടെയും അവകാശിയായി, ഈ കുടുംബത്തിൻ്റെ അധികാരിയായി ജീവിക്കാൻ നീ എന്നെ അനുഗ്രഹിക്കണേ. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ ഇനി ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി വന്നാൽ അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നേറാനായിട്ട് നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഫോൺ കോൾ കാർത്തികയ്ക്ക് എത്തുന്നു. കാർത്തിക കോൾ അറ്റൻഡ് ചെയ്യുന്ന നേരത്ത് മധുശ്രീയുടെ ഹലോ മധുശ്രീ എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന നേരം അവിടെ ക്ഷണക്കത്ത് വെച്ചതിന് തൊട്ടടുത്ത് തന്നെ ആ കർപ്പൂരം കത്തിച്ച് ആ തട്ട് വെക്കുകയും ചെയ്തു. ക്ഷണക്കത്തിനോട് ചേർന്ന് തന്നെ ആ തട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് സംസാരിക്കുന്നതിൽ അങ്ങനെ മുഴുകി നിൽക്കുന്ന കാർത്തിക മറ്റൊന്നും ശ്രദ്ധിക്കാതെ പോയി. ഈ സമയത്ത് ക്ഷണക്കത്ത് മുഴുവൻ ആ കർപ്പൂരാരതിയുടെ തീ പടർന്ന് ക്ഷണക്കത്ത് മുഴുവൻ കത്തിത്തുടങ്ങി. അപ്പോൾ താഴെ ഹാളിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന സത്യഭാമ പെട്ടെന്ന് മുകളിൽ നിന്ന് സത്യാമ്മേ തീ തീ എന്നുള്ള ബഹളം കേട്ടു. എന്താ കാര്യം എന്നറിയാതെ എല്ലാവരും ആശങ്കയോടെ മുകളിലേക്ക് നോക്കുമ്പോൾ സത്യാമ്മേ, ഈ ക്ഷണക്കത്ത് കത്തിപ്പോയി സത്യാമ്മേ, ഒന്ന് വേഗം വാ എന്ന് പറഞ്ഞ് അവിടുന്ന് കാർത്തിക നിലവിളിക്കുന്ന ശബ്ദം കേട്ടു. വിഷ്ണുവേട്ട, ഒന്ന് ഓടിവായോ എന്നെല്ലാം കാർത്തിക അവിടെ നിന്ന് നിലവിളിച്ചു. കാർത്തിക അവിടെ കണ്ട എന്തെങ്കിലും ഒരു വസ്തു എടുത്ത് ആ ക്ഷണക്കത്ത് നിലത്തേക്ക് തട്ടിയിട്ടു. ഉടൻ തന്നെ ആകെ വിഷമത്തോടെ ഇത് തീ കത്തുന്നത് കണ്ട് ആശങ്കപ്പെട്ട് തറയിലേക്ക് കാർത്തിക നോക്കി നിൽക്കുമ്പോൾ സത്യാമ്മയും മറ്റുള്ളവരും എന്താ സംഭവിച്ചതെന്നറിയാതെ ടെൻഷനോടെ മുകളിലേക്ക് തന്നെ നോക്കി പൂജാമുറിയിൽ എന്തോ സംഭവിച്ചുവെന്ന് മനസ്സിലാക്കി. കാർത്തികയുടെ നിലവിളി കേട്ട് എല്ലാവരും പൂജാമുറിയിലേക്ക് എത്തിയതോടെ ക്ഷണക്കത്ത് മുഴുവൻ കത്തി നശിച്ച കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ച് സത്യഭാമ നിൽക്കുന്നു. ഈ വിവരം അറിഞ്ഞതോടെ ശാരദാമ്മയെയും ശാലിനിയെയും സമാധാനപ്പെടുത്തും വിധം രാഘവൻ നായർ പറഞ്ഞു, ശാരദാമ്മയെ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. എനിക്ക് പൂർണ്ണമായും വിശ്വാസമായി 100% ഉറപ്പുമായി ഈ വിവാഹം ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല ശാരദാമ്മേ. നമ്മളിപ്പോൾ കൺമുന്നിൽ കണ്ട ഈ കാഴ്ചയോടുകൂടി എനിക്കത് ഉറപ്പായി കഴിഞ്ഞു എന്ന് രാഘവൻ നായർ ശാരദാമ്മയെ അറിയിച്ചു. അതിനുശേഷം ശാലിനി അനുപല്ലവിയെ ഫോണിൽ വിളിച്ച് സംസാരിക്കണം. കാർത്തികയുടെ കാര്യം അറിഞ്ഞതിന് ശേഷം ജയശങ്കർ അവിടെ വന്ന് സത്യാമ്മയ്ക്ക് മുന്നിൽ മൊഴി മാറ്റി പറയാനുണ്ടായ കാരണം എന്താണെന്ന് കണ്ടെത്തണമെന്ന് ശാലിനി അനുപല്ലവിയെ അറിയിക്കണം. എത്രയും വേഗം തന്നെ ജയശങ്കറിനെ പൊക്കണം. എന്നാൽ മാത്രമേ ഇതിന് പിന്നിലുള്ള കാരണം എന്തായിരുന്നു കണ്ടെത്താനാകൂ എന്ന് ശാലിനി അനുപല്ലവിയോട് അറിയിക്കുന്നു. അനുപല്ലവി അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് ഉറപ്പ് നൽകി. ഉടൻ തന്നെ അനുപല്ലവി വിക്ടറെയും സംഘത്തെയും കാണാനായി എത്തുന്നു. അങ്ങനെ വിക്ടറും സംഘവും ചേർന്ന് ജയശങ്കറിനെ പൊക്കുന്നു. അതിനുശേഷം വീട്ടിൽ മടങ്ങിയെത്തിയ ശാരദാമ്മ നടന്ന സംഭവങ്ങളൊക്കെ വിഷമത്തോടെ ഗോപാലകൃഷ്ണനെ അറിയിക്കുമ്പോൾ അതെല്ലാം കേട്ട ഗോപാലകൃഷ്ണൻ പറഞ്ഞു, ഇനി ഒരു കാര്യം മാത്രമേ ഇതിൽ ചെയ്യാനുള്ളൂ, അതോടെ ഇതിനെല്ലാത്തിനും തീരുമാനമാകും. ശാരദാമ്മ ചോദിച്ചു, എന്ത് ചെയ്യാനാ ഗോപാലേട്ടൻ പോകുന്നത് എന്ന് ചോദിച്ചതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, കൊല്ലാനോ? ആരെ കൊല്ലാൻ എന്ന് ഞെട്ടലോടെ ശാരദാമ്മ ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അതെ, ആ സ്ത്രീയെ തന്നെ, ആ സത്യഭാമയെ. അവരില്ലാതായാൽ എന്റെ മക്കളുടെ ജീവിതത്തിലെ സമാധാനക്കേടുകളെല്ലാം ഒഴിഞ്ഞു പോകും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗോപാലകൃഷ്ണൻ സത്യഭാമയുടെ വീട് ലക്ഷ്യം വെച്ച് പുറപ്പെടുന്നു.